പ്രിയപ്പെട്ടവരെ, ബാലസാഹിതി പ്രകാശൻ കുഞ്ഞുണ്ണി മാഷുടെ പേരിൽ ഏർപ്പെടുത്തിയ അവാർഡിന് അർഹനായതിലുള്ള സന്തോഷം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ കുഞ്ഞുണ്ണി മാഷെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയണം എന്നാണ് വിചാരിക്കുന്നത്. കുട്ടികളുടെ ഏറ്റവും വലിയ സാംസ്കാരിക പ്രസ്ഥാനമായ ബാലഗോകുലത്തിൻ്റെ പ്രസിദ്ധീകരണമായ ബാലസാഹിതി പ്രകാശൻ കഴിഞ്ഞ 20 വർഷക്കാലമായിട്ട് ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ആളുകൾക്ക് അവാർഡ് കൊടുക്കുന്നു. എന്നെപ്പോലുള്ള ഒരാൾക്ക് സമഗ്ര സംഭാവന ലഭിച്ചു എന്നുള്ളത് സന്തോഷമുണ്ട്. ഇത്തരുണത്തിൽ കുഞ്ഞുണ്ണി മാഷെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയണം എന്ന് ആഗ്രഹിക്കുകയാണ്. ജീവിതം സന്തുഷ്ടി നിറഞ്ഞതാകുന്നതിന് ഒരു കുറുക്കുവഴിയേ ഉള്ളൂ, പ്രവൃത്തി നന്നാവണം. ഇതാണ് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ വളരെ ലളിതമായ ഒരു വാക്യം. പഴഞ്ചൊല്ലുകളെയും പഴമൊഴികളെയും സമൃദ്ധമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെറു കവിതകളുടെ ഒരു പുതിയ ലോകം തന്നെയാണ് കുഞ്ഞുണ്ണി മാഷ് സൃഷ്ടിച്ചത്. ഈ ചെറുവരികളിൽ മഹത്തായ വേദാന്ത തത്വങ്ങളാണ് മാഷ് ഒളിപ്പിച്ചു വെച്ചത്. ലാളിത്യമായിരുന്നു കുഞ്ഞുണ്ണി മാഷുടെ മുഖമുദ്ര. കുട്ടികളുടെ മാനസിക വികാസത്തിന് മാതൃഭാഷ അനിവാര്യമാണെന്നും മാതൃഭാഷയിലൂടെ മാത്രമേ ചിന്താശക്തി വളർത്താൻ കഴിയൂ എന്നും നിരന്തരം നമ്മളെ ഓർമ്മപ്പെടുത്തിയ കവിയാണ് കുഞ്ഞുണ്ണി മാഷ്. മാതൃഭാഷാ പഠനത്തിന് വിമുഖത കാട്ടുന്നവർക്ക് നേരെയുള്ള ചാട്ടുളി പ്രയോഗമാണ് അദ്ദേഹത്തിൻ്റെ 2 വരി കവിത. ജനിക്കും മുതലൻ മകൻ ഇംഗ്ലീഷ് പഠിക്കണം, അതിനാലൻ ഭാര്യ തൻ പേരങ്ങ് ഇംഗ്ലണ്ടിലാക്കി ഞാൻ എന്ന കവിത. നോക്കൂ, എത്ര ലളിതമായിട്ടാണ് മാതൃഭാഷയെക്കുറിച്ച് അദ്ദേഹം പറയുമ്പോൾ ഇംഗ്ലീഷ് പ്രേമത്തിനോട് കാണിക്കുന്ന അതിനെതിരെയുള്ള വാക്കിൻ്റെ ആ ശക്തി. ആകാരവും എഴുത്തും കുറിയതായിരുന്നെങ്കിലും കുറിക്കുകൊള്ളുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ കുഞ്ഞു കവിതകൾ. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു കുട്ടി ഉണർന്നിരുന്നു. ഈ കുട്ടിത്തമാണ് അദ്ദേഹത്തിൻ്റെ രചനകൾക്ക് എപ്പോഴും പ്രേരണയായിട്ടുള്ളത്. എനിക്കുണ്ടൊരു ലോകം, നിനക്കുണ്ടൊരു ലോകം, നമുക്കില്ലൊരു ലോകം എന്നത് മൊബൈൽ നോക്കി മിണ്ടാതെയും അറിയാതെയും കഴിയുന്ന പുതു തലമുറയുടെ ചിത്രമാണ്. ഇത് അദ്ദേഹം എഴുതിയത് മൊബൈൽ ഇല്ലാത്ത കാലത്താണ്, അല്ലെങ്കിൽ മൊബൈലൊക്കെ സാർവത്രികമാകുന്നതിന് മുൻപേ ആണ് എന്നുള്ള കാര്യം ഓർക്കണം. അദ്ദേഹത്തിന് ചെറുപ്പകാലത്ത് കമ്മ്യൂണിസത്തോടും നക്സലിസത്തിനോടും ഒക്കെ ആഭിമുഖ്യമുള്ള ഒരു കവിയായിരുന്നു കുഞ്ഞുണ്ണി മാഷ്. ജീവിത യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞപ്പോഴാണ് അതിൻ്റെ പ്രധാന വിമർശനമായി അദ്ദേഹം മാറി. അദ്ദേഹം കുറിക്കൊള്ളുന്ന വിമർശനവും അത്തരത്തിൽ നടത്തിയിട്ടുണ്ട്. ഇത്രയും നാൾ മുഷ്ടി കൊണ്ടിടിച്ചിട്ടും ഇൻകിലാബ് എന്ന വാക്ക് മലയാളമായില്ല. വളരെ ലളിതമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഇത്രനാൾ മുഷ്ടി കൊണ്ടിടിച്ചിട്ടും ഇൻകിലാബ് എന്ന വാക്ക് മലയാളമായില്ല എന്നാണ് കവി പരിഹസിക്കുന്നത്. ഇൻകിലാബിലും സിന്ധുബാദിലും ഇന്ത്യ തോട്ടിലും എന്ന വരികളിലൂടെ ആ വരികളുടെ പരിഹാസവും എത്ര ശ്രദ്ധേയമാണ്. വോട്ട് ചെയ്ത് ഓട്ടക്കരമായി നമ്മൾ എന്ന് രാഷ്ട്രീയ വിമർശനവും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞാൽ കോഴിക്കോട് രാമകൃഷ്ണ ആശ്രമത്തിലെ വിശാലമായ ഗ്രന്ഥശാലയാണ് അദ്ദേഹത്തെ ചിന്താപരമായി ഏറെ ഉണർത്തിയത്. കാവി ഉടുക്കാത്ത അർത്ഥനഗ്നനായ മുനി എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. കുഞ്ഞേ കുഞ്ഞേ എന്ന് അമ്മയും ഉണ്ണി ഉണ്ണി എന്ന് അച്ഛനും വിളിച്ചിട്ടാണ് ഞാൻ കുഞ്ഞുണ്ണിയായതെന്ന് അദ്ദേഹം അനുസ്മരിച്ചിട്ടുണ്ട്. പേരും രൂപവും ഒത്തിരുന്നാലുള്ള ഒരു സുഖം അതൊന്ന് വേറെയാണ്. അത് തന്നെയാണ് അദ്ദേഹം പലപ്പോഴും തൻ്റെ കുറുകിയ ശരീരത്തെക്കുറിച്ചും തൻ്റെ വസ്ത്രധാരണത്തെക്കുറിച്ചും ഒക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഫലിത പരിഹാസങ്ങളുടെ ചാട്ടവാറ് വീശിയ കുഞ്ചൻ നമ്പ്യാരെ പോലെ അക്ഷരങ്ങളുടെ വജ്രസൂചി പ്രയോഗം കൊണ്ടാണ് അദ്ദേഹം സാമൂഹ്യ തിന്മകളെ തുറന്നു കാണിച്ചത്. ആന കയറാമലയിൽ ആട് കയറും, ആട് കയറാമലയിൽ ആള് കയറും, ആള് കയറും മല എല്ലാം അമ്മയില്ല മലയാകും എന്ന് കവി എഴുതുമ്പോൾ പരിസ്ഥിതിക്ക് മനുഷ്യൻ വരുത്തി വയ്ക്കുന്ന വിനയുടെ സൂക്ഷ്മമായ ചിത്രമാണ് ആ 4 വരികളിൽ ഒതുക്കിയിട്ടുള്ളത്. ആന കയറാമലയിലും ആട് കയറാമലയിലും മനുഷ്യൻ കയറിക്കഴിഞ്ഞാൽ അവിടെ പിന്നെ പ്രകൃതിയുടെ നാശം
വളരെ വേഗത്തിലാണ് എന്നുള്ള ധ്വനിപ്പിക്കുന്ന കവിത. കുഞ്ഞുണ്ണി മാഷെക്കുറിച്ച് കുഞ്ഞുണ്ണി മാഷ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ശൈശവത്തിൽ നിന്നും നേരിട്ട് വാർദ്ധക്യത്തിലേക്ക് കടന്ന കവിയെന്ന്. അത് നിരൂപകൻ വർമ്മ പറഞ്ഞതാണ്, ശൈശവത്തിൽ നിന്നും നേരിട്ട് വാർദ്ധക്യത്തിലേക്ക് കടന്ന കവിയെന്ന്. അതിനിടയ്ക്ക് കൗമാരത്തിൽ വേണ്ട കളിയോ യൗവനത്തിൽ വേണ്ട വേളിയോ ഉണ്ടായില്ല എന്ന് അദ്ദേഹത്തിന്റെ കവിത. കൗമാരത്തിൽ വേണ്ട കാര്യങ്ങൾ, കളി ഉണ്ടായിട്ടില്ല കുട്ടിക്കാലത്ത്, അങ്ങനെ ഉണ്ടായിട്ടില്ല. വേണ്ട വേളിയും ഉണ്ടായിട്ടില്ല. അദ്ദേഹം അവിവാഹിതനായിട്ടായിരുന്നു. കാലത്തിന്റെയും ലോകത്തിന്റെയും ഇടയ്ക്ക് കിടന്ന് ഞെരുങ്ങിയാണ് ഞാൻ ഈ കോലത്തിലായതെന്ന് കവി പറയാറുണ്ട്. ഇത്തിരിയേ ഉള്ളൂ ഞാൻ, എനിക്ക് പറയാൻ ഇത്തിരിയേ വിഷയമുള്ളൂ, അത് പറയാൻ ഇത്തിരി വാക്കുകളേ വേണ്ടൂ എന്ന് കവി ആവർത്തിച്ച് പറയുന്നു. ഇറക്കം കുറഞ്ഞ മുണ്ടും കുപ്പായവുമായിരുന്നു വേഷം. കുട്ടിക്കാലം മുതലേ ഉള്ള വേഷം തന്നെയാണത്. അച്ഛൻ മുണ്ട് പലവട്ടം താഴ്ത്തി ഉടുപ്പിച്ചിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. വേണ്ടപ്പെട്ടവരെല്ലാം ശാസിച്ചു, കൂട്ടുകാർ കളയാക്കിയിട്ടും കുഞ്ഞുണ്ണി മാഷ് തൻ്റെ മുണ്ടുടുപ്പിന് മാറ്റമൊന്നും വരുത്തിയില്ല. അതിന് മാഷക്ക് പറയാൻ ഒരു ന്യായമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഞാൻ എങ്ങു ചെന്നാലും ഞാനായിരിക്കണം, ഞാൻ എന്തു ചെയ്താലും ഞാനായിരിക്കണം, ഞാൻ എന്നും ഞാനായിരുന്നാൽ ഞാൻ ജയിച്ചു എന്നാണ് കുഞ്ഞുണ്ണി അതിന് പറഞ്ഞ മറുപടി. രാമകൃഷ്ണ ആശ്രമത്തില് ഗ്രന്ഥശാലയിൽ അദ്ദേഹം അവിടുത്തെ അധ്യാപകനായിരിക്കുന്ന കാലഘട്ടത്തിൽ അവിടുത്തെ ഗ്രന്ഥശാല, പ്രത്യേകിച്ചും ശ്രീരാമകൃഷ്ണ പരമഹംസരുടെയും വിവേകാനന്ദന്റെയും ഒക്കെ ഗ്രന്ഥങ്ങൾ, ശ്രീ അരവിന്ദൻ തുടങ്ങിയ മഹാന്മാരുടെ കൃതികൾ വായിച്ചൊക്കെയാണ് ഒരുപക്ഷെ അദ്ദേഹം ഒരു സന്യാസി തുല്യനായിട്ടുള്ള ജീവിതം നയിച്ചത് എന്ന് പറയാറുണ്ട്. അദ്ദേഹം അവരെയൊക്കെയാണ് ഗുരുവായി സ്വീകരിച്ചിട്ടുള്ളതും. ലൗകിക ജീവിതവും കാവ്യ ജീവിതവും രണ്ടല്ലാതായി തീരാൻ അത് അദ്ദേഹത്തിന് ഉപകരിക്കുകയും ചെയ്തു. അദ്ദേഹം അതിനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്, ജീവിതം മറ്റൊരാൾക്ക് പകുക്കാൻ തികയാഞ്ഞ് ഞാൻ എന്നെ തന്നെ വെളി കഴിച്ചു കൂടുന്നു എന്നാണ് കവി എഴുതിയത്. ജീവിതം മറ്റൊരാൾക്ക് പകുക്കാൻ തികയാഞ്ഞതുകൊണ്ടാണ് ഞാൻ എന്നെ തന്നെ വെളി കഴിച്ചു കൂടുന്നു എന്നാണ് കവി എഴുതിയത്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ കവിതാ സമാഹാരം കുട്ടികൾ പാടുന്നു എന്ന ഒരു ഗ്രന്ഥമാണ്. അതില് കോവാലൻ പൂവാലൻ കന്നാലി വാലിന്മേൽ ഊഞ്ഞാലാടി, കോവാലൻ പൂവാലൻ കന്നാലി വാലിന്മേൽ ഊഞ്ഞാലാടി കളിക്കുന്നു, ഞാൻ എൻ്റെ വീട്ടിൽ അടുക്കളമേൽ അമ്മയുടെ വാൽമേൽ തൂങ്ങിക്കരയുന്നു. ഈ വളരെ ലളിതമായി, ഈ വരികൾ വളരെ ലളിതമായി തോന്നും, പക്ഷെ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന അർത്ഥം വലുതാണ്. കാരണം കോവാലൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചപ്പോൾ തന്നെ ഗോപാലൻ അല്ല, കോപാലൻ എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ജീവിതാവസ്ഥകളെ ജനിപ്പിക്കാൻ ആ വാക്കിന് ശക്തിയുണ്ട്. ചെറിയ കുട്ടിയായിരിക്കുമ്പോഴേ അവൻ കന്നാലികളുടെ പിന്നാലെ കാലിവെപ്പുകാരനായി നടക്കുമ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ വാലിൽ തൂങ്ങി നടക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നും കുട്ടിയായി കഴിയുന്നു. അപ്പൊ ഇതൊക്കെ ജീവിത ദർശനങ്ങൾ അദ്ദേഹം നൽകുന്നത്, അത് വീണ്ടും വീണ്ടും അതിൻ്റെ ഉള്ളിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഒറ്റ വരിയിൽ കവിത എഴുതിയ ആളാണ് കുഞ്ഞുണ്ണി മാഷ്. അങ്ങനെയുള്ള ഒറ്റ വരി കവിത, വിശപ്പ് മർത്യ ജീവിതം, ഒറ്റ വരിയാണ് എന്ന് ചൊല്ലിയിട്ട് അദ്ദേഹം ഉടനെ തന്നെ കവിയരങ്ങിൽ കവിത അവതരിപ്പിച്ചിട്ടിരിക്കുകയാണ്. ഈ ഒരു ഒറ്റ വരി ചൊല്ലിയിട്ട് നിർത്തി ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക എന്താണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഞാൻ അടുത്ത കവിത ചൊല്ലാം എന്ന് പറയുമ്പോഴാണ് ഇത് ഒരു കവിതയാണ് എന്ന് ആളുകൾക്ക്. വിശപ്പ് മർത്യ ജീവിതം, എത്ര എത്ര ചിന്തിച്ചാലും ആലോചിച്ചാലും അതിൻ്റെ ആന്തരിക അർത്ഥത്തിലേക്ക് കടന്നാൽ ഒരു വലിയ കാവ്യമാണ് ആ വരി എന്ന് നമുക്ക് ബോധ്യപ്പെടും. അയ്യയെ മനുഷ്യരെ കുറിച്ച് പറയുമ്പോൾ ഈ നായ്ക്കളോട് സാദൃശ്യപ്പെടുത്തി പറയുന്ന ഒരു കാര്യമുണ്ട്. അയ്യയെ നായ്ക്കൾ എന്തേ കടിപിടി കൂടുന്നത് മനുഷ്യരെ പോലെ. എത്ര പരിഹാസമാണ്. മനുഷ്യരെ പോലെ, മനുഷ്യരെ മോശവും നായ്ക്കളോട് പറയുകയാണ്, അയ്യയെ നിങ്ങൾ കടിപിടി കൂടുന്നു, നിങ്ങൾ മനുഷ്യരെ പോലെ എന്ന്. കുഞ്ഞുണ്ണി കവിതകള് ഈ തമിഴിലെ തിരുവള്ളുവരുടെ രചനകളെ അനുസ്മരിപ്പിക്കുന്നുവെന്ന് പറഞ്ഞത് വൈലോപ്പിള്ളിയാണ്. ഈ ഒറ്റ വരിയിലും 4 വരിയിലും ഒക്കെ ഒതുങ്ങുന്ന കുഞ്ഞുണ്ണി മാഷുടെ കവിതകളെ കവി സച്ചിദാനന്ദൻ സാദൃശ്യപ്പെടുത്തിയത് ജപ്പാനിലെ ഹൈക്കു കവിതകളോടാണ്. തിരുവനന്തപുരത്ത് നടന്ന ചൊൽക്കാഴ്ചയില് കവിയരങ്ങിലും കുഞ്ഞുണ്ണി മാഷ് കവിത അവതരിപ്പിച്ചിട്ടുണ്ട്. കവിയരങ്ങിൽ കുഞ്ഞുണ്ണി മാഷെ ഉയരമുള്ള ഒരു സ്റ്റാൻഡിലാണ് എടുത്തുക. അദ്ദേഹത്തിന് ഉയരം കുറവായതുകൊണ്ട് ലൈറ്റിട്ട് ഉറച്ച ശബ്ദത്തിൽ കവിത ചൊല്ലിക്കഴിഞ്ഞാൽ കുഞ്ഞുണ്ണി മാഷ് കവിയരങ്ങിൽ ഉണ്ട് എങ്കിൽ അവിടെ മുന്നിലിരിക്കുന്ന കുട്ടികളും ആളുകൾ ഏറ്റവും കൂടുതൽ ആനന്ദിക്കുന്നത് കുഞ്ഞുണ്ണി മാഷിന്റെ കവിതകൾ കേട്ടിട്ടാണ്. കാരണം അത്
കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടും കുട്ടികൾക്ക് വേണ്ടിയിട്ടും ഒക്കെ മനോഹരമായിട്ടാണ് അദ്ദേഹം 2 വരിയിലും 4 വരിയിലും ഒക്കെ അവരെ കൊണ്ട് ചൊല്ലിച്ച് എങ്ങനെയാണ് അക്ഷരസ്ഫുടത അദ്ദേഹത്തിന് വളരെ നിർബന്ധമുള്ള കാര്യമായിരുന്നു. അപ്പോൾ അക്കാര്യത്തിൽ കുട്ടികളെ കൊണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം സംസാരിക്കാൻ ചെല്ലുന്ന സ്ഥലത്ത് കുട്ടികളോടാണ്, അദ്ദേഹത്തിന്റെ സദസ്സ് മിക്കവാറും കുട്ടികളോടാണ്. അദ്ദേഹം കുട്ടികളുടെ തോളത്ത് കൈയിടാനും കുട്ടികളോട് സംസാരിക്കാനും എപ്പോഴും ആർക്കും കയറി ചെല്ലാവുന്ന ഒരു കവി, എവിടെ ചെന്നാലും തുറന്തമായി സംസാരിക്കാൻ കഴിയുന്ന ഒരു കവി, മലയാളത്തിന്റെ കുഞ്ഞുണ്ണി മാഷ്. പൊക്കം കുറവാണ്, അതുകൊണ്ട് എന്നെ പൊക്കരുതേ എന്ന് അദ്ദേഹം പറയാറുണ്ട്. പൊക്കം കുറവാണ് എനിക്ക്, അതുകൊണ്ട് നിങ്ങൾ എന്നെ പൊക്കണ്ട എന്ന് പറയുമ്പോൾ അതിനും ഒരു ഫിലോസഫിക്കലായിട്ടുള്ള അർത്ഥമുണ്ട്. ഒരുപക്ഷെ കേരളത്തിലെ പ്രാസംഗികർ ഏറ്റവും കൂടുതൽ വേദികളിൽ ഉപയോഗിച്ചിട്ടുള്ളത് കുഞ്ഞുണ്ണി മാഷുടെ കവിതകളാണെന്ന് പറയാൻ പറ്റും. കാരണം അത് 4 വരികളാണ്. അതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള വരികൾ വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. ഈ ഒരു 4 വരി നമ്മുടെ ഗ്രന്ഥശാലാ സംഘത്തിന്റെ മുദ്രാഗീതമായിട്ട് മുദ്രാവാക്യമായിട്ട് സ്വീകരിച്ചത് കുഞ്ഞുണ്ണി മാഷുടെ കവിതയാണ്. അപ്പോൾ വായനയെക്കുറിച്ചുള്ള എത്ര മനോഹരമായ ഒരു ചിന്തയാണ് ആ 4 വരികളിലുള്ളത് നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു കവിത, ഒരു വളപ്പൊട്ടുണ്ടൻ കയ്യിൽ, ഒരു മയിൽപ്പീലി ഉണ്ടൻ ഉള്ളിൽ. നോക്കൂ, കുട്ടിക്കാലത്തെ കുറിച്ചുള്ള ഒരു കുട്ടിയാണ് ഞാനെന്നുള്ളത്. ഒരു മയിൽപ്പീലി, വളപ്പൊട്ട്, അതൊക്കെ കുട്ടിക്കാലത്തിന്റെ ഓർമ്മകളാണ്. വിരസ നിമിഷങ്ങൾ സരസമാക്കാൻ ഇവ ധാരാളമാണ് എന്ന് കവി പറയുമ്പോൾ അതിന്റെ അർത്ഥം എത്രയാണ്? മാഷോട് ഒരു ചോദ്യം ചോദിക്കുന്ന തരത്തിൽ മാഷോട് ഉള്ള ഒരു കവിതയുണ്ട്. ഇഡ്ഡലിയോ ദോശയോ മാഷിക്കിഷ്ടം, നുണ പറയാനായി മടിയുള്ളതിനാൽ ഇഡ്ഡലിയും ദോശയും മാഷിക്കിഷ്ടം. നേരോ നുണയോ മാഷിക്കിഷ്ടം, നുണ പറയാനായി മടിയുള്ളതിനാൽ പറയാൻ നേരും കേൾക്കാൻ നുണയും. പറയാൻ നേര് മാത്രമേ പറയാൻ പാടുള്ളൂ, പക്ഷേ നുണ കേൾക്കാൻ നുണയും. നോക്കൂ, ഇത്തരത്തിൽ 4 വരിയിലേ ഉള്ളൂ എങ്കിലും അതിലുള്ള അർത്ഥവത്തായിട്ടുള്ള കവിതകൾ എത്ര ശ്രേഷ്ഠമാണ് കുഞ്ഞുണ്ണി മാഷുടെ വരികളെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ഏതാണ്ട് 3 പതിറ്റാണ്ട് കാലമാണ് അദ്ദേഹം മാതൃഭൂമിയിൽ കുട്ടികളുടെ വേണ്ടിയുള്ള പങ്ക്തി കുട്ടേട്ടൻ എന്ന പേരിൽ കൈകാര്യം ചെയ്തത്. യഥാർത്ഥത്തിൽ ഈ കുഞ്ഞുണ്ണി മാഷ് എന്ന കവിയെ ഒരു കുഞ്ഞുണ്ണി ആക്കി അദ്ദേഹം പ്രശസ്തനാക്കിയത് എസ് രമേശൻ നായർ പറഞ്ഞത്, കുട്ടേട്ടൻ പങ്ക്തി കൈകാര്യം ചെയ്തിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം കുട്ടികൾക്കൊക്കെ കത്തെഴുതുമായിരുന്നു. അദ്ദേഹം അയച്ചു കൊടുത്ത കത്തുകൾ, പല കത്തുകളും മാതൃഭൂമിയിൽ തന്നെ പ്രസിദ്ധീകരിച്ചിരുന്നു. ആ കത്തുകളൊക്കെ സമാഹരിച്ച് ഒരു ഗ്രന്ഥമാക്കിയാൽ അത് എക്കാലത്തെയും എഴുത്തുകാരുടെ ഒരു ഭരണഘടനയാകും, റൈറ്റേഴ്സ് മാനിഫെസ്റ്റോ എന്നാണ്. എങ്ങനെ എഴുതണം, എങ്ങനെയാണ് എഴുതാൻ പാടില്ലാത്തത്, എങ്ങനെയാണ് വാക്കുകൾ ഉപയോഗിക്കേണ്ടത് എന്ന് കുട്ടികളെ പഠിപ്പിച്ചപ്പോൾ യഥാർത്ഥത്തിൽ അത് എഴുത്തുകാർക്ക് കൂടിയുള്ള ഒരു മാനിഫെസ്റ്റോ അല്ലെങ്കിൽ എഴുത്തുകാരുടെ എല്ലാ ഭരണഘടനയാണെന്ന് രമേശൻ നായരെ പോലുള്ള പ്രശസ്തരായ കവികൾ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രവൃത്തി, കുട്ടേട്ടൻ എന്ന പങ്ക്തി കൈകാര്യം ചെയ്യുന്ന കാലഘട്ടത്തിൽ ഒരുപാട് മഹാന്മാരായ പിന്നീട് വന്ന എഴുത്തുകാരെയൊക്കെ സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. മലയാളത്തിലെ ഏറ്റവും പദസമ്പത്തുള്ള കവി എഴുത്തച്ഛനാണ്. അപ്പൊ അദ്ദേഹം പറയാറുണ്ട്, നിങ്ങൾ രാമായണം വായിക്കണം, മഹാഭാരതം വായിക്കണം. എന്തിനാണ്? എഴുത്തച്ഛന്റെ കവിതകൾ വായിച്ചുകൊണ്ടിരുന്നാൽ പദസമ്പത്തുണ്ടാകും. രാമായണം കിളിപ്പാട്ട് പതിവായി വായിച്ചുകൊണ്ടിരുന്നാൽ വാസനയുള്ള ആളുകൾക്ക് കവിതകൾക്ക് എഴുതാൻ കഴിയും. അദ്ദേഹം കവിത എഴുതാനുള്ള കുറുക്കുവഴി ചോദിക്കുന്നവരോടും പറയുന്നതാണ്, നിങ്ങൾ വായിക്കണം, നിങ്ങൾക്ക് പദസമ്പത്ത് ഉണ്ടാവണം എന്നാണ് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ മറ്റൊരു വരി ഓർമ്മ വരുന്നത്, ഒന്നിലും ഉറയ്ക്കാത്തവൻ ഒന്നുമേ നേടുന്നില്ല. ഒന്നിനും ഉറയ്ക്കാത്തവൻ ഒന്നുമേ നേടുന്നില്ല. നമ്മൾ പലപ്പോഴും ഓരോ കാര്യം വെച്ച് ഓരോ സ്ഥലത്ത് അത് ശരിയല്ല ഇത് ശരിയല്ല എന്ന് പറഞ്ഞു പോകുമ്പോൾ അദ്ദേഹം പറയുന്നത് അങ്ങനെയല്ല, ഒന്നിൽ ഉറച്ചു നിൽക്കണം എന്നുള്ളതാണ്. ഒന്നിൽ ഉറയ്ക്കാത്തവൻ ഒന്നുമേ നേടുന്നില്ല. ഓർക്കേണ്ടത് മറക്കരുത്, മറക്കേണ്ടത് ഓർക്കരുത്. 2 വരിക, മറ്റു 2 വരിക. ഓർക്കേണ്ടത് മറക്കരുത്. ഓർമ്മകൾ, ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ഓർമ്മകൾ ഉണ്ടായിരിക്കണം നമുക്കൊക്കെ, പക്ഷെ ചില കാര്യങ്ങൾ മറക്കണം. മറക്കേണ്ടത് ഓർക്കരുത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ജീവിതം കഥയാക്കാം, കഥ ജീവിതമാക്കരുത്.
അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ വരികൾ തന്നെയാണ് പറയേണ്ടത്, വ്യാഖ്യാനങ്ങളല്ല വേണ്ടത്. അത് വളരെ ലളിതമാണ്, നമുക്ക് മനസ്സിലാകും. അമ്പിളി മാമൻ കുംഭകുലുക്കിയിട്ട് 50 കുട്ടിക്കരണം കുത്തിയിട്ട് എൻ്റെ കുളത്തിൽ വീണു. വീണിട്ടുടനെ താണു, താണിട്ടുടനെ പൊങ്ങി, താണും പൊങ്ങിയും അങ്ങനെ അങ്ങനെ അനവധി കേളികളാടി അമ്മാവൻ. അക്കളിയെല്ലാം കണ്ടും കൊണ്ട് കുളക്കര നിന്നു കുഞ്ഞുണ്ണി. കുഞ്ഞുണ്ണി മാഷ്ടറെ കവിതയുടെ മറ്റൊരു പ്രത്യേകത, ഏത് കവിതയിലും അദ്ദേഹമുണ്ട്. ഞാൻ കുഞ്ഞുണ്ണി അല്ലെങ്കിൽ എപ്പോഴും ഞാനെന്നുള്ള പക്ഷത്ത് നിന്നുകൊണ്ടാണ് അദ്ദേഹം കവിത എഴുതുക. മനത്തമ്പിളി മാമനും അക്കളി കണ്ടു രസിച്ചേ നിന്നു. അപ്പോ കേളികളാടി അമ്മാവൻ കളിക്കുന്നതല്ല, അക്കളി കണ്ടുകൊണ്ടുന്നത് കുളക്കര നിന്നു കുഞ്ഞുണ്ണി എന്ന, മറ്റാരുമല്ല താൻ തന്നെയാണെന്ന. ഒരു കാറ്റടിച്ചപ്പോൾ ഒരു മാങ്ങ വീണപ്പോൾ ഒരുപാട് പിള്ളേരങ്ങ് ഓടിച്ചെന്ന് ഉണ്ടായി തള്ളായി തിക്കായി തിരക്കായി ചക്കര മാമ്പഴം ചപ്പിളിയായി. നോക്കൂ, ലളിതമായിട്ടാണ് പറഞ്ഞത്, പക്ഷെ സംഭവിച്ചത് എന്താണ്? ഒരു കാറ്റടിച്ചപ്പോൾ ഒരു മാങ്ങ വീണപ്പോൾ ഒരുപാട് പിള്ളേരങ്ങ് ഓടിച്ചെന്ന് ഉണ്ടായി തള്ളായി തിക്കായി തിരക്കായി ചക്കര മാമ്പഴം ചപ്പിളിയായി. അപ്പോ ഒന്നിനു വേണ്ടി ഓടിയിട്ട് അതിന്റെ ഫലം ഇല്ലാതാവുന്ന അവസ്ഥയെക്കുറിച്ച് എത്ര ലളിതമായിട്ടാണ് കുട്ടികളോട് പറഞ്ഞതാണെങ്കിൽ അതിന്റെ ആശയം എത്ര വലുതാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരിക്കല് ഒരാൾ അദ്ദേഹത്തിനോടൊരു ചോദ്യം ചോദിച്ചു, കവിയാവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, എന്താണ് എളുപ്പവഴിയെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, കവിത എഴുതാൻ എളുപ്പവഴി കുഴപ്പവഴി എന്നിങ്ങനെ 2 വഴിയില്ല. കവിത എഴുത്തിന് വഴി ഒന്ന് മാത്രം, അത് കവിതയുടെ വഴി എന്നാണ്. എന്ന് പറഞ്ഞാൽ അത് വൃത്തത്തിന്റെ വഴിയല്ല, അലങ്കാരത്തിന്റെ വഴിയല്ല. കവിതയായാൽ അത് മാത്രം മതി എന്നാണ് അദ്ദേഹം ഉപദേശിച്ചത്. നമ്മൾ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു വരി കേട്ടിട്ടുണ്ട് ചങ്ങമ്പുഴയുടെ, കപട ലോകത്തിൽ ആത്മാർത്ഥമായ ഒരു ഹൃദയമുള്ളതാണ് എൻ്റെ പരാജയം എന്ന്. അത് ചങ്ങമ്പുഴ പറഞ്ഞപ്പോൾ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞത്, കപട ലോകത്തിൽ എന്നുടെ കാപട്യം സകലരും കാൺമതാണ് എൻ്റെ പരാജയം എന്ന. ആ കവിതയെ ഒന്ന് മാറ്റിമറിച്ചിട്ടപ്പോൾ അർത്ഥം മറ്റൊന്നായി മാറുകയാണ്. കപട ലോകത്തിൽ എന്നുടെ കാപട്യം സകലരും കാൺമതാണ് എൻ പരാജയം. അതായത് നമ്മൾ കാപട്യം ചെയ്യുന്നു, പക്ഷെ അതാരും കാണാൻ പാടില്ല, അതാണ് എൻ്റെ പരാജയത്തിന് കാരണം എന്ന് എത്ര അർത്ഥവത്തായിട്ടാണ് അദ്ദേഹം ആ കവിത വരികളുടെ നമ്മളോട് ബോധിപ്പിച്ചത്. വിവാഹം കഴിക്കാൻ പോകുന്ന യുവാമിഥുനങ്ങളോട് അദ്ദേഹത്തിന് അപേക്ഷിക്കാനുള്ളത് രസകരമായ ഒരു കാര്യമുണ്ട്. വിവാഹം ചെയ്യാൻ പോകുന്നവരോട് കവി പറയുന്നത് രസമുള്ള കാര്യമാണ്. 2 കണ്ണും നന്നായി തുറന്നു നോക്കണം പരിണയം ചെയ്യാൻ ഉറപ്പിക്കും മുമ്പേ. 2 കണ്ണും പാതി അടച്ചുകൊള്ളണം പരിണയം ചെയ്ത് കഴിഞ്ഞുകൂടുവാൻ. 2 കണ്ണും പാതി അടച്ചുകൊള്ളണം പരിണയം ചെയ്ത് കഴിഞ്ഞുകൂടുമ്പോൾ. അത് വളരെ രസകരമായിട്ടുള്ള ഒരു ചിന്തയാണത്. ഞാൻ നിൻ കഴുത്തിൽ പൊൻതാലി കെട്ടി, നീ എൻ്റെ കാലിൽ കയറ് കെട്ടി. കുഞ്ഞുണ്ണി മാഷ് ഇതൊക്കെ രസകരമായിട്ടാണ് പറയുന്നതെങ്കിലും കുടുംബജീവിതത്തിന് പരസ്പരമുള്ള ബന്ധത്തെക്കുറിച്ചുള്ള സൂചനകളൊക്കെ അദ്ദേഹം നൽകിയിട്ടുണ്ട്. കുഞ്ഞുണ്ണി മാഷുടെ ദേഹവിയോഗ സമയത്ത് സുഗതകുമാരി ടീച്ചർ പറഞ്ഞൊരു കാര്യമുണ്ട്. ടീച്ചർ പറഞ്ഞത്, കുട്ടികളുടെ മാത്രമല്ല മുതിർന്നവരുടെ ഇടയിലും വലിയൊരു കുട്ടിയായിരുന്നു കുഞ്ഞുണ്ണി മാഷ് എന്നാണ്. കുഞ്ഞുണ്ണി മാഷുടെ കവിതകള്, അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളൊക്കെ 4ഉം 5ഉം 1 വരിയിലും ഒക്കെ ഒതുങ്ങുന്ന അങ്ങനെ മഹത്തായ കാവ്യങ്ങൾ, പഴഞ്ചൊല്ലുകളെയും പഴമൊഴികളെയും ഒക്കെ പെറുക്കിയെടുത്ത് അതിനെ കർഷണം ചെയ്തിട്ട് ഒറ്റ വരികളാക്കി 2 വരികളാക്കി തരുമ്പോൾ നമുക്ക് പലപ്പോഴും ചിന്തിക്കാനുള്ള ഒട്ടനവധി അംശങ്ങൾ കുഞ്ഞുണ്ണി മാഷുടെ ഉണ്ട്. അദ്ദേഹം കണക്കറ്റ് വലിയ വലിയ ഗ്രന്ഥങ്ങളൊന്നും എഴുതിയിട്ടില്ല, പക്ഷേ എഴുതിയതൊക്കെ വലിയ ഗ്രന്ഥങ്ങൾക്ക് സമാനമാണ്. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു അംഗീകാരം ലഭിച്ചു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നിമിഷമാണ്. അദ്ദേഹം കേരള സാഹിത്യ സമിതിയുടെ പ്രധാന പ്രവർത്തകനായിരുന്നു. ഞാനിപ്പോൾ അതിൻ്റെ ഒരു പ്രധാന പ്രവർത്തകനായി കേരള സാഹിത്യ സമിതിയുടെ സെക്രട്ടറി എന്ന നിലയിലും എനിക്ക് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിലുള്ള പ്രവർത്തനത്തെക്കുറിച്ചുമൊക്കെ ഏറെ പറയാനുണ്ട്. എന്തായാലും കുഞ്ഞുണ്ണി മാഷെക്കുറിച്ച് ഓരോരുത്തരും ഓർക്കേണ്ടതുണ്ട്, അദ്ദേഹത്തിൻ്റെ വരികൾ വായിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ മനസ്സിൽ നന്മയുടെയും വെളിച്ചം ചൊരിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.